പി.കെ. സരീഷ് തുടരുന്നുണ്ട്. സരീഷ്, അവിടെ കാർവാർ MLA വ്യക്തമാക്കിയത് സതീഷ് സെയിൻ പറഞ്ഞത് 11 മണിവരെയൊക്കെ രക്ഷാപ്രവർത്തനം നടക്കും, പക്ഷേ നാളെയായിരിക്കും രക്ഷാദൗത്യം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് ഏതായാലും ആ ട്രക്കിനകത്ത് നിന്ന് അർജുനെ പുറത്തേക്കെടുക്കുക സാധ്യമല്ല എന്ന് തന്നെയല്ലേ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്? ഏറെ വൈകിയും രക്ഷാപ്രവർത്തനം കൊണ്ടുപോകും അല്ലെങ്കിൽ നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എത്ര വൈകിയാലും കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനപ്പുറം നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ രാത്രി ഒരുപക്ഷെ 10 മണി വരെ ഞങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തനം നടത്താൻ കഴിയും. പക്ഷേ അതിനുശേഷം അല്ലെങ്കിൽ ഇരുട്ട് വീണാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി പറയാനാകില്ല. പലപ്പോഴും അവിടെ മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കനത്ത വെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ അല്ലെങ്കിൽ വീണ്ടും തെരച്ചിൽ നടത്തിയാൽ ചിലപ്പോൾ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നൊരു ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി 10 മണി വരെ നിർബന്ധമായും ഒപ്പം തന്നെ ഇതിനനുസരിച്ച് അതായത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ മെഷീനുകൾ അല്ലെങ്കിൽ ഒരു ഭൂമി കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിവേഗം എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക, അർജുൻ്റെ വാഹനം പുറത്തേക്ക് എടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തം. അതോടൊപ്പം തന്നെ നാവികസേനയുടെയും മുൻ കരസേനാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നുകൂടി പറയുകയാണ്. അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരെ കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സ്വകാര്യ അല്ലെങ്കിൽ നേവിക്ക് പുറമെ മറ്റുള്ള ആളുകളുടെ സഹായം കൂടി ഇവർ തേടും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വീണ്ടും ഒരു എത്തിക്കുന്നു, പുതിയ അത്യാധുനിക സൗകര്യങ്ങൾ കൂടുതൽ എത്തിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റ പോയിന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അർജുൻ്റെ വാഹനം എത്രയും വേഗം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് തന്നെ അവർ പറഞ്ഞു വയ്ക്കുമ്പോഴും അത് ഇന്ന് പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ അവർ പ്രത്യേകമായി പറയുന്നു, നാളെ കൃത്യമായ രക്ഷാപ്രവർത്തനങ്ങൾ രാവിലെ ആരംഭിക്കും. അവിടെ മൊബൈൽ പോലും അങ്ങോട്ടേക്ക് അനുവദിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തണമെങ്കിൽ റഡാർ ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ കൃത്യമായി ലഭിക്കണമെങ്കിൽ അവിടെ മറ്റ് സിഗ്നലുകളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യം വേണം. അപ്പോൾ രക്ഷാപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ ആളുകളുടെയോ മൊബൈൽ പോലും ആ ഭാഗത്തേക്ക് കൊണ്ടുപോവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് വന്നത് മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നു, മറ്റൊരു ലോറിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ അർജുൻ ഉണ്ടായിരുന്ന വാഹനം മാത്രമാണ് അല്ലെങ്കിൽ ലോറി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ള ലോറി അത് കൃത്യമായി ആ ലോറി മാത്രമാണ്, അർജുൻ്റെ വാഹനം മാത്രമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. അതുകൂടി കണക്കിലെടുത്താണ് എന്നാണ് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടറും അത് ശരിവെക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തും. ഇനിയും സാധാരണഗതിയിൽ 7 മണിക്കോ 8 മണിക്കോ ഒക്കെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അത്തരത്തിലല്ല, ഇത്തവണ കൂടുതൽ സമയം ചിലവഴിച്ച് അല്ലെങ്കിൽ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇന്ന് പൂർത്തീകരിക്കാനായില്ലെങ്കിൽ നാളെ നടത്തും എന്നുകൂടി പറയുന്നു. അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ 3 പേരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് അർജുനോടൊപ്പം തന്നെ ലോകേഷും ഒപ്പം തന്നെ ജഗന്നാഥ് ജെട്ടി ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകീകൃതമായ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൽ നിർണായകമായത് ഇന്നലെ സോണാർ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കണ്ടെത്തലായിരുന്നു. അപ്പോൾ ആ കണ്ടെത്തലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്കും അല്ലെങ്കിൽ ഈ കണ്ടെത്തലിലേക്കും എത്തിയിരിക്കുന്നത്. ഇനിയുള്ളത് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ്. ആ പരിശോധനയിൽ എത്ര വേഗം ഈ വാഹനം പുറത്തേക്കെടുക്കാനാവും എന്നത് തന്നെയാണ് നമ്മുടെ ദൗത്യം എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നാളെ കൂടി ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരും എന്നാണ്. പക്ഷേ ഇപ്പോഴും ഒരു ആശങ്കയായി നിൽക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ആ ഒഴുക്ക്, അതായത് ഈ വലിയ രീതിയിൽ ഒഴുക്കുണ്ടായാൽ ആ വാഹനം പുറത്തേക്ക് എത്തുമോ എന്നൊരു അല്ലെങ്കിൽ പുഴയിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു സംശയം, ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് MLA പറയുന്നു, അതിനുള്ള പോംവഴികളെല്ലാം തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ബെൽറ്റിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലും ഒലിച്ചു പോകാവുന്ന അല്ലെങ്കിൽ മണ്ണ് ഒലിച്ച് ലോറി പുഴയിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് MLA തൻ്റെ വാക്ക് അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ
എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഓരോ തരത്തിലും ഓരോ ഡെവലപ്മെൻറ്റ്സും ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ ആവശ്യമില്ല. നിലവിൽ സാഹചര്യത്തിൽ അർജുൻ്റേതാണ് എന്ന് MLA തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വരുന്ന മണിക്കൂറുകളിൽ മഴ തിരിച്ചടിയായില്ലെങ്കിൽ രാത്രി ഏറെ വൈകിയുമുള്ള രക്ഷാപ്രവർത്തനം നടത്തും. അത് എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് നേവിയും ആർമിയും ഉൾപ്പെടെയുള്ളവർ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതും. തീർച്ചയായും അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ആ മണിക്കൂറുകളിൽ എന്ത് ചെയ്യണം? നേരത്തെ MLA തന്നെ സൂചിപ്പിച്ചത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നേവിയുടെ ബോട്ടിൽ പോയിരുന്നു. ആ ബോട്ടിൽ പോയപ്പോൾ ഈ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളത്. അപ്പോൾ ചെളി നീക്കി ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അത് എത്ര വേഗം പൂർത്തിയാക്കാനാകുമോ അത്രയും വേഗം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് MLA പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഇന്ന് അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ രാത്രി വൈകിയും തുടരും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ പുലർച്ചെയോടെയോ വാഹനം കണ്ടെത്താനാകും. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നാളെ വീണ്ടും ഇന്ന് രാത്രി 10 മണി വരെ രക്ഷാപ്രവർത്തനം തുടരും. അതിനുശേഷം നിർത്തിവെച്ച ശേഷം നാളെ രാവിലെ അതിരാവിലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും കാത്തിരുന്ന അല്ലെങ്കിൽ അർജുൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് 9 ദിവസത്തിന് ശേഷം മറുപടി ലഭിച്ചിരിക്കുന്നു. ആ മറുപടിയിൽ അർജുൻ്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് അർജുൻ ആ വാഹനത്തിനുള്ളിലുണ്ടോ, എങ്ങനെയാണ് അർജുനെ പുറത്തേക്ക് എത്തിക്കാനാവുക തുടങ്ങിയ കാര്യങ്ങളാണ്. തുടങ്ങിയ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ലഭിക്കേണ്ടത്. തീർച്ചയായും സരീഷ്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിനെല്ലാം ഉത്തരം വേണം. ഒപ്പം തന്നെ സരീഷ്, ഇപ്പോൾ കുറച്ചു മുൻപ് ഈ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ അനുസരിച്ച് ട്രക്കിന്റെ രൂപത്തിൽ കണ്ട കോർഡിനേറ്റുകൾ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അതിന് ഒരു വഴിയുമില്ലെന്നാണ് ഈ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ട്രക്ക് പുറത്തെടുക്കാൻ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ക്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യം ഉറപ്പായും നീളും എന്നൊരു സൂചന തന്നെയാണ് കളക്ടറുടെ വാക്കുകളിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ വാക്കുകളിൽ നിന്നും എന്തിനിപ്പോൾ MLA യുടെ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തേക്ക് ക്രെയിനിന് പുറമെ മറ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ അവിടേക്ക് എത്തിക്കുന്നുണ്ടോ? തീർച്ചയായും കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ MLA യും ജില്ലാ കളക്ടറും ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ ഒരു ബൂം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം അതിവേഗം മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏത് രീതിയിലായാലും മണ്ണ് നീക്കിയാൽ മാത്രമേ അവിടെ നിന്നും ഈ വാഹനം പുറത്തേക്ക് എടുക്കാനാവുകയുള്ളൂ. അപ്പോൾ വാഹനം പുറത്തേക്ക് എടുക്കണമെങ്കിൽ അടിയന്തരമായി മണ്ണ് നീക്കം പൂർത്തിയാക്കണം. അങ്ങനെയെങ്കിൽ ഒരു ബൂം ഉപയോഗിച്ച് മാത്രമുള്ള തിരച്ചിൽ അല്ലെങ്കിൽ മണ്ണ് നീക്കത്തിൽ ഇത് പൂർത്തീകരിക്കാനാവില്ല. കൂടുതൽ വാഹനങ്ങൾ എത്തിക്കണം, കൂടുതൽ സൗകര്യങ്ങൾ എത്തിക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഇന്ന് രാത്രിയോടെ തന്നെ മറ്റൊരു ബൂം കൂടി ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക വശങ്ങൾ കൂടി പരിശോധിച്ച് വരികയാണ് എന്ന് ജില്ലാ കളക്ടറോട് പറയുന്നു. ഒപ്പം മുങ്ങൽ വിദഗ്ധർ നാവികസേനയോടൊപ്പം തന്നെ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ നാവികസേനയുടെ ഭാഗത്തു നിന്ന് തന്നെ എത്തിക്കുമ്പോൾ വീണ്ടും കാലതാമസം ഉണ്ടായേക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നാവികസേനയുടെ ഭാഗമായി നിൽക്കുന്നതിനപ്പുറത്തേക്ക് സിവിലിയൻസിനെ ഈ മേഖലയിൽ പരിശീലനം ലഭിച്ച മുൻപും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ള അതിൽ കഴിവ് തെളിയിച്ച ആളുകളെ കൂടി ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അവരുടെ കൂടി ഉപദേശങ്ങൾ തേടി നേരത്തെ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആർമിയുടെ സേവനം നൽകിയിട്ടുള്ള ആളുകളെ കൂടി ഇതിൽ പങ്കാളികളാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. അവരുടെ കൂടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ച ശേഷമായിരിക്കും വരുന്ന പ്രവർത്തനങ്ങൾ കൂടി നടത്തുക. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ്റേതാണ് ആ വാഹനം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ആ വാഹനം എത്തിക്കും അല്ലെങ്കിൽ വാഹനം കരയ്ക്കെത്തിക്കും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. അതിന് ഒരുപക്ഷെ നാളെ രാവിലെയോടെ ഒരു ഉത്തരം ലഭിക്കും എന്ന് തന്നെയാണ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. സരീഷ്, ആ ഒരു ഉത്തരം തേടുകയാണ്. നമ്മളെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രതീക്ഷയോടെ ആദ്യം തിരഞ്ഞു നമ്മൾ, പിന്നീട് പ്രതീക്ഷയറ്റ് തിരഞ്ഞു. ഇപ്പോൾ ഇതാ 9ാം നാൾ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു, ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. അർജുൻ്റെ വാഹനം ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അതിനി പുറത്തെടുക്കണം, അത് കുറച്ച് ശ്രമകരമാണ്. അതിനുള്ള പണികളാണ് അവിടെ നടക്കുന്നത്.